ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളത് മൂന്നാറിലാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് മൂന്നാർ വ്ളോഗ് കണ്ടാലോ. മൂന്നാർ എന്ന് പറയാൻ പറ്റില്ല, നമ്മളവിടെ ഒരുപാടൊന്നും കവർ ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒരു വ്ളോഗാക്കിയതാണ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഒരു ഫ്രണ്ടിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ആ ചെടികളും അവിടുത്തെ ആ ഒരു ഇതൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങുവാണ് കേട്ടോ. അപ്പം നല്ലൊരു തണുപ്പുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ ഈ ഒരു വെയിൽ ഇങ്ങനെ വരുമ്പം നല്ല സുഖമുണ്ടായിരുന്നു. ഗ്ലാസ്സൊക്കെ ഫുള്ള് തുറന്നിട്ടിട്ട് ആ വെയിലിൻ്റെ ചൂടും ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്ക് നമ്മൾ പോരുന്ന വഴിക്കാണ് കണ്ടത്. ചെറിയൊരു പാർക്ക് കേട്ടോ, പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയൊരു പാർക്കായിരുന്നു. പക്ഷെ അത് നമ്മൾ കാണാൻ വൈകിപ്പോയി. കണ്ടിരുന്നെങ്കിൽ യശുവിനെയും സായിനെയൊക്കെ ഒന്ന് അവർക്കൊന്ന് സ്പെൻഡ് ചെയ്യാമായിരുന്നു അവിടെ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ പാർക്ക്. അങ്ങനെ ഞങ്ങൾ കുട്ടേട്ടനെയും മിന്നുവിനെയും ഫ്രണ്ടിലോട്ട് തട്ടിയിട്ട് ഞങ്ങൾ ബാക്കിലിരുന്ന് ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ആട്ടോ ഏട്ടനിരുന്ന് നോക്കുന്നത്. പിന്നെ ഇടയ്ക്ക് റൂട്ട് മാപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേറെ ഏതോ നമ്മൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്. അപ്പം റൂട്ട് മാപ്പൊക്കെ ഇട്ട് പോവുകയാണ് കേട്ടോ. എവിടെ വന്നതാ? ഇവിടെ വന്നതാ? മിണ്ടൂല മിണ്ടാത്ത ചെക്കനാണോ? കാറ് വണ്ടി ഉടുമ്പൽപേട്ടിലുള്ളൂ. വെള്ളമാണോ? ആരായാലും പെട്ടെന്ന് അവിടെ ബസ് പോണേ. ബസ് പറ്റേ ഇവിടെ സാധനം എടുത്താൽ മതിയോ? അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂവിൽ പോയി നിൽക്കാൻ തുടങ്ങി കേട്ടോ. അവിടെ നിന്ന് ഒരു ബസ് വരും. ആ ബസ്സിൽ വേണം നമ്മൾ മേലോട്ട് പോവാൻ എന്ന് പറഞ്ഞപ്പം നമ്മളും അവരുടെ കൂടെ വെയിറ്റിംഗ് ആയി. അങ്ങനെ ഒരു ബസ് വന്നു, 2 ബസ് വന്നു. 3ാമത്തെ ബസ്സിൽ മറ്റാന്ന് തോന്നുന്നു ഞങ്ങൾ കയറിയത്. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ആർക്കും നിന്നൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ സീറ്റ് ഫുള്ളാക്കിയിട്ട് അങ്ങനെ കയറി പോവാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ ഞങ്ങളും കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. കുറച്ച് അധിക നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ബസ്സൊക്കെ കിട്ടി, സീറ്റൊക്കെ കിട്ടി. ഏറ്റവും ലാസ്റ്റത്തെ സീറ്റാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്കും ഒപ്പം ഇരിക്കാൻ പറ്റി.
യേശുട്ടൻ പിന്നെ അവിടെ ഫുള്ള് നിർത്തമായിരുന്നു കേട്ടോ. സായിമ പിന്നെ സീറ്റിലിരുന്നു. ബസ്സിലെല്ലാവരും ഫുള്ളായിട്ടോ. അങ്ങനെ ബസ് എടുത്തു. ഇനിയാണ് ഒരു രക്ഷയില്ല. കണ്ടോട്ടോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ. രസമാണ്, ഭയങ്കര രസമാണ്. ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണത്. ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ബസ് എത്തുന്നത്ര ടോപ്പിൽ നമ്മൾ എത്തി കേട്ടോ. ഇനി അതിൻ്റെയും ടോപ്പിലോട്ട് നമുക്ക് പോവാം, നടക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ബസ് ഇറങ്ങി. അവിടെ നമുക്ക് ഈ കോഫി, ടീ, കേക്ക് ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം എന്ന് കരുതി. കാരണം കുട്ടേട്ടൻ താഴേന്ന് തന്നെ ഒരു കേക്ക് കണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഇപ്പോൾ പറയുക, എനിക്ക് കേക്ക് എന്തൊക്കെ പറയാം അങ്ങനെ അറിയില്ല. കേക്ക് ഐറ്റംസ്. അങ്ങനെ കുട്ടേട്ടന് ആ കേക്ക് വാങ്ങാൻ വേണ്ടി, ആ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇത്. അപ്പോൾ നമ്മൾ അവിടെ പോയി അതൊക്കെ വാങ്ങാൻ വേണ്ടി, കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സീറ്റൊക്കെ പിടിച്ചു. നല്ലൊരു ആംബിയൻസ് കേട്ടോ. നല്ല ആ ടോപ്പിലോട്ട് കയറിയപ്പം തണുപ്പൊക്കെ കുറഞ്ഞ് ചെറിയ ചൂടൊക്കെ വന്ന് അങ്ങനെ ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇതേ ഈ സാധനം കേട്ടോ കുട്ടേട്ടന് വേണം എന്ന് പറഞ്ഞ കേക്ക്.
ഇതാണ് കുട്ടേട്ടൻ്റെ സാധനം കേട്ടോ. ഒന്നും വലിയ തിരക്കേടില്ല, ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് വലിയ ഇപ്പം മധുരത്തോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ ഏട്ടനവിടെ ഫുള്ള് സായിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. വീടാണ് നമ്മുടെ കുഞ്ഞു ചെക്കൻ ഈശോട്ടൻ. അതിൻ്റെ ലാസ്റ്റ് ചിരിയുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മേലോട്ട് കയറാമെന്ന് കരുതി പോവാണ് കേട്ടോ. കുറച്ച് കംപ്ലീറ്റ് കയറി തീർക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല, എന്നാലും കയറുന്നത്ര കയറാം. ആ ഒരു രസമുണ്ടായിരുന്നു കയറാൻ. അങ്ങനെ നമ്മൾ കയറാൻ തീരുമാനിച്ചു. ആദ്യം കയറുന്നില്ല, കുട്ടേട്ടനും ഏട്ടനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കയറാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ കയറി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് താഴോട്ട് ഇറങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു. വാന്ന് പറഞ്ഞ് വിളിക്കണമായിരുന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ടോ അവിടെ. ഈ വീഡിയോയിൽ അത് എത്രത്തോളം എല്ലാവർക്കും പോയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് തിരിയും. അത്രയും ഭംഗിയാണ് കേട്ടോ. പോവാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. ചില ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല, എന്നാൽ ചിലർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ പക്ഷേ നമുക്കെല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഈ ഒരു പാർക്ക് ഭയങ്കര രസമായിരുന്നു. പക്ഷേ ചില്ലായിട്ട് കയറി പോകാൻ പറ്റുമായിരുന്നു. എല്ലാവരും ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. പിന്നീട് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് സായൊക്കെ വലിയതായി കഴിയുമ്പം ആ സായി എവിടെയൊക്കെ പോയിട്ടുണ്ടോ, അതൊക്കെ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ അവൾക്ക് പിന്നീട് തോന്നുമല്ലോ. അവൾ വലിയതായി കഴിയുമ്പോൾ പിന്നെയും പൊയ്ക്കോട്ടെ, പക്ഷെ എന്നാലും അവളുടെ ആ കുഞ്ഞിലത്തെ ആ ഓട്ടവും ചാട്ടവും കളിയും വർത്തമാനവും അതൊക്കെ അവൾക്കൊരു മെമ്മറിയാണ്. അതേപോലെ നമുക്കും മെമ്മറിയാണല്ലോ. അങ്ങനെ കുറേയൊക്കെ ടോപ്പിൽ കയറി പിന്നെ നേരെ ഇറങ്ങി കേട്ടോ. ഏറ്റവും ടോപ്പിലെത്താൻ പറ്റിയില്ല, അവിടെ എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ ഏറ്റവും ടോപ്പിലെത്തിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ എന്തായാലും. പക്ഷെ ഞങ്ങൾ കയറിയില്ല. നമ്മളപ്പം പിന്നെ നമുക്ക് തിരിച്ച് പോരുമൊക്കെ വേണമല്ലോ, കുറേ സമയം വേണം, ഒരു ദിവസം അതിനായിട്ട് വേണം എന്ന് തോന്നി. റിട്ടേൺ തിരിച്ച് താഴോട്ട് പോകാനുള്ള ബസ് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ അതും ഏകദേശം 2 ബസ് അന്ന് പോയി. ഇവിടുന്ന് ഒരു ഗാഡി വെള്ളം പോകും. നീ പറയില്ല. പോയതുപോലെ അത്ര സുഖമില്ലായിരുന്നു ഇറങ്ങിപ്പോകുന്നത്. കാരണം 4 പേരും 4 സൈഡിലിരുന്നു. അല്ല, 4 പേരും 4 സൈഡിലില്ല. ഞാനും ഇനി ഒരു സൈഡിൽ, ഏട്ടൻ ഏറ്റവും ഫ്രണ്ടിൽ, കുട്ടേട്ടൻ അതിൻ്റെ നടുക്ക്, പിന്നെ ഞങ്ങളെപ്പോഴും ബാക്കിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇരുന്ന് പോകുന്നത് കൊണ്ട് ഒരു സുഖം കിട്ടിയില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കയറലും ഇറങ്ങലും ഒക്കെ ഒപ്പമായി. പിന്നെ ഏട്ടൻ സൈനിങ് കൊണ്ട് ആദ്യമേ ഇറങ്ങി വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കയറുന്ന സ്ഥലത്തെ ഒരു വ്യൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് നോക്കിയാലും ഭംഗി തന്നെയാണ്. ഇവിടെ ശരിക്ക് മൂന്നാർ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വേറെ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്ത് വന്നു. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെയൊന്നും അല്ല. അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും അവിടുത്തെ ഒരു തണുപ്പും തേയിലത്തോട്ടവും മഞ്ഞും അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അവിടുത്തെ ഒരു മെയിൻ. പക്ഷെ നമ്മൾ വേറെ എന്തൊക്കെയോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. പിന്നെ കുട്ടേട്ടൻ മാത്രമേ ഉള്ളൂ മുന്നേ എപ്പോഴോ വർഷങ്ങൾക്ക് മുന്നേ ഒന്നോ രണ്ടോ വട്ടം വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പം അവർക്കൊരു എൻജോയ്മെൻറ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. ഇനി അറിയില്ല, ഇനി അവിടെ ഉണ്ടോയെന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒരു മൂന്നാർ തണുപ്പ്, കോട, മഞ്ഞ്, അത്രയേ ഉള്ളൂ.
പിന്നെ എടുക്കുന്ന റിസോർട്ട് റൂം അതൊക്കെ അനുസരിച്ച് നമുക്ക് നിൽക്കാം. അങ്ങനെയൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ പോകുന്നത് പോണ്ടിച്ചേരി വഴി അങ്ങനെ ഏതൊക്കെയോ റൂട്ടാണ്. വന്ന വഴി എറണാകുളം അങ്ങനെയല്ല പോകുന്നത്. അപ്പം ഒരു അടിപൊളി വൈബ് കേട്ടോ, അടിപൊളി. ഭയങ്കര കോട എന്നുവെച്ചാൽ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികളെയൊക്കെ കാണുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്, അത്രയും കോടയായിരുന്നു. ക്യാമറയിൽ അത്രയ്ക്ക് തോന്നുന്നു, പക്ഷെ നേരിട്ട് നല്ല കോടയായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് സൈഡാക്കി ഒന്നിറങ്ങി തൊപ്പിയൊക്കെ വെച്ച് ഇറക്കി പിള്ളേരെ. കാരണം അവർക്കും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അവർ കുട്ടികളാണെന്നും പറഞ്ഞിട്ട് കാറിൻ്റെ ഉള്ളിൽ പിടിച്ച് നിർത്തണ്ടല്ലോ. അവരും ഇറങ്ങിക്കോട്ടെ. അവരെ ഇറക്കി പെട്ടെന്ന് തന്നെ കയറി കേട്ടോ. അത്രയും മതി, ഒരുപാട് നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് കയറുകയും ചെയ്തു. ഇനി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ആ തണുപ്പൊക്കെ നിന്നപ്പോൾ ചെവിയൊക്കെ ആകെ അടഞ്ഞു. അപ്പോൾ ഇത് ഈശോൻ്റെ സാധനമാണ് കേട്ടോ. ഈശോൻ്റെ ആ സാധനം വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്യാണ്. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ റീലും ഷോപ്പിൽ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. സായുവിന് കുറേ ആയി വേണമെന്ന് പറയുന്നു, ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല. അപ്പോൾ ഈശോൻ്റെ സാധനം അവൾ വെക്കുന്നില്ല, അവൾ വെറുതെ കയ്യിൽ പിടിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അവൾക്കത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ യൂസ് ചെയ്യില്ല, അതുകൊണ്ടാട്ടോ വാങ്ങാത്തത്. അങ്ങനെ അതൊക്കെ വെച്ച് നോക്കി. ഇത് കണ്ട പോണ വഴിയെ കണ്ടതാട്ടോ, വലിയ കൊക്ക പോലെ സംഭവം. താഴോട്ട് നോക്കുമ്പോൾ ശരിക്കും പേടിയാവും. എന്തോ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഏട്ടൻ ഇറങ്ങിയിട്ട് കയറിയപ്പോഴത്തേക്കും സായുമ്മ ആ സൈഡിലിരുന്നു കേട്ടോ. അത്രയും നേരം ഞങ്ങളുടെ നടുക്കായിരുന്നു ഇരുന്നത്. അപ്പോഴത്തേക്കും അവൾ ആ സൈഡിലിരുന്നിട്ട് ഏട്ടൻ്റെ മറ്റേ പെൻസിൽ കടിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അവൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ അപ്പോഴത്തേക്ക് വേഗം ഏട്ടൻ വാങ്ങും കേട്ടോ. അത് പുറത്തോട്ട് എറിയും, ചിലപ്പോൾ അവളെ വിശ്വസിക്കാൻ പറ്റില്ലേ. പിന്നെ നടുക്കോട്ട് തന്നെ ഇരുത്തിട്ടോ. ആ സൈഡിൽ ഇരുത്തുന്ന ഒരു സേഫ് അല്ല എന്ന് തോന്നി. വീട്ടിൽ പോവാറോ? ബിസ്ക്കറ്റ് കൊടുക്കാം. അപ്പക്ക് പേടിയാണ് മനുഷ്യ. അടിപൊളി. അതിലെങ്ങനെ കൊടുക്കുക? അങ്ങനെ ഞാൻ കൊടുത്തേന്നു. അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടോ, തിന്നില്ല. അത് അതന്നെയാണതേ, അത് ബിസ്ക്കറ്റ് കുക്കി പാത്തച്ചാണേ ഓല. അങ്ങനെയാ ഇനി കിട്ടുകരുത്. ഇനി കിട്ടിയാ അപ്പുറത്തെ കവള് കൊണ്ടേക്കും. ആവശ്യത്തിന് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ കിട്ടി എവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും. ഇനി ഉണ്ടോ നോക്കല്ലേ. എല്ലാ പൊക്കോ ഇറങ്ങിട്ടോ പോവാന്ന് കണ്ടപ്പോ നമ്മൾ എവിടെയോ എത്തിയപ്പം കരിക്കിങ്ങനെ വെച്ചേക്കുന്ന കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഇളനീര് കുടിക്കാൻ തോന്നൽ, ഞങ്ങളവിടെ സൈഡാക്കി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ചേച്ചി ഇതൊക്കെ വെട്ടിത്തരുക കേട്ടോ. നല്ല കരിക്കായിരുന്നു. അത് കുടിച്ചപ്പോൾ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. മല അതാ കണ്ടില്ല. ഇവിടെ കണ്ടതാട്ടോ. അതൊക്കെ നല്ല രസമല്ലേ.
നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു, മേടിച്ചു. ഇതൊക്കെ കണ്ട ഇപ്പോഴും ആരെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുന്നവരുണ്ടോ? ഉണ്ടാവില്ലേ, എന്നാലും വെറുതെ ഇരിക്കട്ടെ. പുളി വേണോ? പുളി തരില്ല. എത്ര തന്നു? അങ്ങനെ കരിക്കൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ അങ്ങ് എത്തിയ സമയത്ത് നമ്മൾ CNG അടിക്കാൻ കയറിയായിരുന്നു. അപ്പം നമുക്ക് കറക്റ്റ് റൂട്ടിനൊരു ചെറിയ ഇഷ്യൂ. അപ്പോൾ ഒരു സാറ് നമ്മളോട് സംസാരിച്ചു, ഏട്ടനോട് സംസാരിച്ചായിരുന്നു. SI ആണെന്ന് തോന്നുന്നു, എവിടുത്തെയാണ് എന്നുള്ളത് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. ഈ ഒരു ഏരിയയിൽ എവിടെയാണ്, പോണ്ടിച്ചേരി അങ്ങനെ ഏതോ ഒരു ഭാഗത്തുള്ളതാണ്. അപ്പോൾ ആ സാറ് നമുക്ക് കറക്റ്റ് റൂട്ട് പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോണ സാറിൻ്റെ കാറാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് എത്താൻ പറ്റുന്ന റൂട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മളോട് പിന്നാലെ പോരുന്നൊക്കെ പറഞ്ഞ് പിന്നാലെ പോകാൻ കേട്ടോ. നല്ലൊരു സാറായിരുന്നു കേട്ടോ. കുറച്ച് തമിഴാന്ന് പറയുമ്പോൾ പോകാൻ പറ്റി. പക്ഷെ ആ പോയ വഴിയൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഇതുവരെ അങ്ങനെ ഒരു റൂട്ട് ഇപ്പോഴും പോയിട്ടില്ല. എന്തൊക്കെയോ അത് ഫുള്ള് വീഡിയോയിലുണ്ടോയെന്ന് അറിയത്തില്ല. ഈ ഒരു റൂട്ടാണെങ്കിലും കുറച്ചുകൂടി ഉള്ള ഏരിയയിലോട്ട് ഇങ്ങനെ പോകാം. പക്ഷേ നല്ല വയൽ, പാടം, പിന്നെന്താ പറയുക, തെങ്ങും തോട്ടം, അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയയിൽ കൂടെയൊക്കെ പോവാണ് കേട്ടോ. എൻ്റെ പ്രതിമേനെയൊക്കെ കണ്ടോ, ഫോറസ്റ്റ്, അങ്ങനെ ഒരു റൂട്ട് പക്ഷെ അടിപൊളിയാണ് കാണാനൊക്കെ. അല്ല 6 കിലോമീറ്റർ 3.6 കിലോമീറ്റർ ഉണ്ട്. ചിറ്റൂരിക്ക് അവധി ചാട് കൂട്ടേട്ടാ മിക്കവാറും. അങ്ങനെ കുറേ ദൂരം പോന്നു കേട്ടോ. വീഡിയോ എടുത്ത് മടുത്തു. എത്രങ്ങാനും ട്രാവൽ വീഡിയോ എടുക്കുന്നത്. ഇപ്പം എല്ലാം നിർത്തി കേട്ടോ. ഇനി നമ്മൾ ഇപ്പം ഏകദേശം ഒരു 6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഒരുപാട് ലേറ്റ് ആയതുപോലെ തോന്നുന്നില്ലേ. ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവാം കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് ഏതോ സ്ഥലമൊന്നും എനിക്കറിയത്തില്ല. ചായ കുടിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ആ, കോഫി എനിക്ക് വേണം. മിന്നുനോ കൂട്ടേണോ? കോഫിയാ? ഒരു ചായ 3 കോഫി, ഒരു കോഫി മധുരം. കടിയാ ചിക്കൻ റോൾ മാത്രമേ ഉള്ളൂ. ചിക്കൻ റോൾ ഒന്നേ ഉള്ളൂ, വെജ് റോളാണ് 4. ഇതെന്താ ഏട്ടാ? സ്വീറ്റ് ബോളാണ്. സ്വീറ്റ് ബോളാ? സ്വീറ്റ് കേട്ടോ. വെജ് റോളോ? ഏത്? ആ മടക്കമുള്ളതോ? ഇനി ചായ കൂടി കഴിഞ്ഞ പാടെ ഫുഡ് കഴിക്കാൻ കയറുകയാണ് എന്നാരും കരുതരുത് കേട്ടോ. അവിടെ നിന്ന് കുറേ പോകുന്നു. ഏകദേശം ഒരു 9 മണി 9:30 10 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. അപ്പം നമ്മൾ അച്ചായൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. എവിടെ, മണ്ണാർക്കാട്.
നറുക്കാടാൻ തോന്നുന്നു കറക്റ്റ് ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ കയറിയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മറ്റേ നമ്മൾ ഷീറ്റ് ഉണ്ടാവുമല്ലോ, പേപ്പർ ഫുഡ് വെക്കാനുള്ള, അതിലിങ്ങനെ ഓരോന്നും ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും, ഫ്രൂട്ട്സിൻ്റെ പേര് കണ്ടുപിടിക്കുക അങ്ങനെ. അപ്പം ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ പേര് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ട് നല്ല രസമായിരുന്നു ഓരോ ഫ്രൂട്ട്സും കണ്ടുപിടിക്കുക. ഞാൻ പറയുമ്പം കുട്ടേട്ടൻ മിന്നു അങ്ങനെ ഓരോരുത്തർ കണ്ടുപിടിക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഫുഡൊക്കെ വന്നു. എന്തൊക്കെയോ ഓർഡർ ചെയ്തെന്നുള്ളത് ഞാനിപ്പം മറന്നു. അതാ എന്തൊക്കെയോ ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൈ കഴുകാൻ പോയ സമയത്ത് കണ്ട അക്വേറിയാണ് കേട്ടോ ഇത്. എന്ത് രസമാണ് നേരിട്ട് കാണാൻ, നല്ല രസമാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഫിഷുകൾ, അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. മാമ കഴിച്ചോ? മാമ കഴിച്ചോ? കുഞ്ഞു കുമ്പനറിഞ്ഞോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൊമ്പയൊക്കെ നിറച്ച് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. വീട്ടിലെത്തുക, ഫ്രഷ് ആവുക, വേഗം കിടന്നുറങ്ങുക. അതാണ് കേട്ടോ. അത്രേ വേണ്ടൂ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടമായാലും ഇല്ലെങ്കിലും പറയണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പം ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.